നമുക്കേ എത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിലും നമ്മളവിടെ ഒരു പോസിറ്റീവ് കാര്യം കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ഇഷ്ടമല്ലാത്ത കാര്യത്തിനോട് ഇഷ്ടം തോന്നും. അങ്ങനെ ഒരു ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്കല്ല ഇഷ്ടമല്ലാത്ത കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. ഞാനിവിടെ അബുദാബിയിൽ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്കിവിടെ ഒരു ട്രെയിനിങ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ തീരെ ഇഷ്ടമില്ല. കാരണം എന്താണെന്നല്ലേ, എനിക്ക് ഉറക്കം വരും. എനിക്ക് കുറേ സമയം സംസാരിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച പോസിറ്റീവ് കാര്യം എന്താണെന്നറിയോ? അതാണ് ഈ കാണുന്ന പോസിറ്റീവ് കാര്യം. ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് എന്നെ വരാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, എനിക്ക് ആവേശം തരുന്നത് ഈ നിരത്തി വെച്ച ഈ ചില്ലുകൂട്ടിലിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഓടി വരുന്നത്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വടയും 2 പീസ് ചിക്കനും ഒരു കുഞ്ഞ് സാൻഡ്വിച്ചും എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് മാംഗോ ജ്യൂസും കുടിച്ച് ഞാൻ സെറ്റായി ട്രെയിനിങ്ങിന് പോയിരുന്നു. അപ്പം വീണ്ടും പോസിറ്റീവ് കാര്യം കണ്ടുപിടിക്കണമല്ലോ. വീണ്ടും ഉച്ചക്കത്തെ ലഞ്ചിനെ പറ്റി ആലോചിച്ചു, ഫുഡ് കഴിക്കുന്ന സ്ഥലത്തിനെ പറ്റി ആലോചിച്ചു. ഇതാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അങ്ങനെ ഞാൻ പോസിറ്റീവായി ഇരുന്നു. ലഞ്ചിൻ്റെ സമയമായി, ആരും കാണുന്നില്ല. ഞാൻ ഓടി വന്നു, പക്ഷേ ആരും എത്താത്തത് കൊണ്ട് ഞാൻ പിന്നെ 2 ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫോട്ടോസ് എടുത്തു. ഞാൻ ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിൻ്റെ ഐറ്റംസ് തപ്പാണ്. എനിക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടോ നോക്കുകയാണ്. കുറേ ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ടേ. പക്ഷേ മലയാളി നമ്മളെന്താ കഴിക്കുക? ബിരിയാണി. നമുക്ക് ബിരിയാണി വിട്ട പരിപാടി ഉണ്ടോ അല്ലേ? എന്തെന്നുണ്ടെങ്കിലും നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു ലക്ഷറി ഫുഡ് കഴിച്ചൊരു ഫീലാണ് കാരണം നമ്മൾ ചെറുപ്പം മുതലേ ബിരിയാണി എന്ന് പറയുന്നത് നമ്മളൊരു വേറെ ലെവലിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണല്ലേ ബിരിയാണി. പണ്ട് നമുക്ക് എപ്പോഴാണ് ബിരിയാണി കിട്ടുക? എപ്പോഴെങ്കിലും ഒരു ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. വിഷുവിനോ ഓണത്തിനോ മാത്രം കിട്ടുന്ന ബിരിയാണിനെ നമുക്ക് ഇപ്പോഴും നമ്മളെ മനസ്സിലൊരു ഭയങ്കര ലക്ഷറിയസ് ഫുഡാണ് ബിരിയാണി. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ബിരിയാണി എടുത്തു. പിന്നെ അവിടെ ഉണ്ടായി കുറച്ച് ഡെസേർട്ട്സ്, കുഞ്ഞി കേക്കെല്ലാം കഴിച്ചു, സെറ്റായി. അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങും